ഹലോ, ഇന്ന് നമ്മളൊരു ഫാമിലാണ് ഉള്ളത്. ഈ ഫാം ജർമ്മനിയിൽ ന്യൂംബർഗിനടുത്ത് എർലാങ്ങൻ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. സോ നമ്മൾ ഈ വീക്കെൻഡ് ന്യൂംബർഗിലായിരുന്നു. ആ ഫാം ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു. സെൽഫ് ഹാർവെസ്റ്റിംഗ് ആണ് ഈ ഫാമിൻ്റെ പ്രത്യേകത. നമുക്ക് തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ പിക്ക് ചെയ്യാൻ പറ്റും ഇവിടുന്ന്. സീസണൽ കൾട്ടിവേഷൻ ആയതുകൊണ്ട് ഏത് ക്രോപ്പ് എപ്പോൾ ഹാർവെസ്റ്റ് ചെയ്യാം എന്നുള്ളത് അവരുടെ വെബ്സൈറ്റിൽ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതെ, അപ്പോൾ വിൽക്കോമൻ ഇൻ ഹുക്കെ പാർക്ക്. ഇതാണ് എൻട്രൻസ്. സോ നമ്മൾ കയറുകയാണ്. അകത്ത് കയറുമ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അവർ നല്ല രീതിയിൽ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പ്ലക്ക് ചെയ്ത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വെക്കാനുള്ള കാർട്ടും നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ എടുത്തിട്ട് പോവാം. അവിടുന്ന് നമുക്കൊരു മാപ്പ് കിട്ടും. സോ അത് നോക്കിയിട്ട് നമുക്ക് എവിടെയാണ് പോകേണ്ടതെന്നൊക്കെ ഡിസൈഡ് ചെയ്യാം. നമ്മൾ ആദ്യം കണ്ടത് ഒരു സൺഫ്ലവർ ഫീൽഡാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പോയത് റാസ്ബെറിയുടെ ഏരിയയിലേക്കാണ്. ഈ ടുലാമീൻ എന്ന് പറയുന്നത് ഒരു ലേറ്റ് സമ്മർ സീസൺ റാസ്ബെറിയാണ്. ഇവിടെ ഓഗസ്റ്റ് എന്ന് പറയുന്നത് ലേറ്റ് സമ്മർ സീസൺ ആയതുകൊണ്ട് അത്യാവശ്യം നല്ലോണം ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒരെണ്ണം ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അടിപൊളിയായിരുന്നു. ഈ റാസ്ബെറി എന്ന് പറയുന്നത് ഒരു റാംബ്ലറാണ്, അതായത് ഒരു ടൈപ്പ് ഓഫ് ക്ലൈംബിംഗ് പ്ലാന്റ് ആണ്. ഇതിൽ ചെറിയ തോൺസ് ഉണ്ടാവും. ആ തോൺസ് ഇങ്ങനെ പല സ്ഥലത്തും കൊളുത്ത് പിടിച്ചാണ് ഇത് മുകളിലേക്ക് വളരുന്നത്. ഇവിടെ ഡ്രിപ്പ് ഇറിഗേഷൻ ആണ് ഫോളോ ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഈ ലോഫ്റ്റേ എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക്ബെറി വെറൈറ്റിയാണ്. ഇവിടെ കാണുന്ന ഈ ഒരു റെഡ് കളർ ബെറീസ് ഒന്നും പഴുത്തിട്ടില്ല. അത് പഴുക്കുമ്പോഴാണ് ബ്ലാക്ക് കളറായിട്ട് മാറുന്നത്. ഇവിടെ കുറേ ഫ്രൂട്ട്സ് ഒക്കെ ഉള്ളതുകൊണ്ട് കുഞ്ഞു 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 പക്ഷികൾ ഫുള്ളിങ്ങനെ പറന്നുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. ഇത് റെഡ് കറൻസ് ആണ്. ഇത് വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. സീസൺ കഴിഞ്ഞു എന്ന് തോന്നുന്നു. അവിടെ നമ്മുടെ അപ്പൂപ്പൻ താടിയൊക്കെ പോലത്തെ ഒരു ചെടി നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ പോയത് ആപ്പിൾ ട്രീസിൻ്റെ അങ്ങോട്ടാണ്. ഇങ്ങനെയാണ് അവർ ആപ്പിൾ കൾട്ടിവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് പ്ലമ്മിൻ്റെ ഒരു വെറൈറ്റിയാണ്. ആപ്പിൾസും പ്ലംസും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. അതിൻ്റെ പീക്ക് സീസൺ ആണെന്ന് തോന്നുന്നു. ഇവിടെയായിരുന്നു സ്ട്രോബെറി ഉണ്ടായിരുന്നത്. സീസൺ കഴിഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല സ്ട്രോബെറീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ കുറേ ഹെർബ്സും പിന്നെ കുറേ സാലഡ് ലീവ്സും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഏരിയയിലൊക്കെ പലതരം ടൊമാറ്റോസ് ഉണ്ടായിരുന്നു. പല പല വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ചില ടൊമാറ്റോസൊക്കെ നല്ല വലിയ ടൊമാറ്റോസ് ആയിരുന്നു. ഇവിടെ വേറെയും കുറേ കൾട്ടിവേഷൻസ് ഉണ്ടായിരുന്നു. ക്യൂക്യുംബർ, പൊട്ടാറ്റോസ്, ബ്രോക്കലി, കോളിഫ്ലവർ എല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ ഹാർവെസ്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് തന്നെ ഒരു ഷോപ്പുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ ഇവിടെ കിട്ടും. സൂപ്പർ മാർക്കറ്റ്സിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ പ്രൈസ് കൂടുതലായിട്ട് തോന്നി. ബട്ട് ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആയതുകൊണ്ടായിരിക്കാം ആ ഒരു വില കൂടുതലെന്ന് തോന്നുന്നു. അതുകൂടാതെ പല ടൈപ്സ് ഓഫ് വിനീഗർ, പാസ്ത, ഫ്ലവർ, ജാംസ്, പിന്നെ പിക്കിൾഡ് ഐറ്റംസ് എല്ലാം ഇവിടെ അവൈലബിൾ ആയിരുന്നു. ഇതാണ് ഇവരുടെ ഗ്രിൽ ഏരിയ. ഞങ്ങൾക്ക് ഗ്രിൽ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ നേരത്തെ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ചെറിയൊരു ആനിമൽ ഫാമും കൂടെ ഉള്ളത് കാരണം അവിടെ അടുത്ത്
കുറച്ച് ആടുകളും കോഴികളും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വേറെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. ഇത് മൊത്തം കോണാണ്. കോൺ ഒരു പൂൾ പോലെ ആക്കിയിട്ട് അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു ചെറിയ സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ് ഇവർ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഗ്രില്ലിംഗ് പരിപാടികളൊക്കെ തുടങ്ങി. ആർക്കും അങ്ങനെ വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല ഗ്രില്ല് ചെയ്തിട്ട്. പക്ഷേ നമുക്കറിയുന്ന രീതിയിൽ അങ്ങ് ചെയ്തു. ഈ മീറ്റൊക്കെ നമ്മൾ മാരിനേറ്റഡ് മീറ്റായിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം ഒരുമിച്ചിരുന്ന് കഴിച്ചു. എല്ലാം അടിപൊളിയായിരുന്നു. ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഞങ്ങൾക്ക് എന്തായാലും ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു.